23-ാമത്തെ വയസ്സിൽ ഈ ഒരു അച്ചീവ്മെന്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അച്ചീവ്മെന്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഇനി ഒരുപാട് ഒരു മൈൽ സ്റ്റോൺ, വൺ ഓഫ് ദ മൈൽ സ്റ്റോൺ എന്ന് പറയാം. വൺ ഓഫ് ദ മൈൽ സ്റ്റോൺ അത്രേ പറയാൻ. അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുള്ള ഒരു വിഷനോട് കൂടിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എത്രത്തോളം ഒരു കറേജിയസ് മൂവ് ആയിരുന്നു ഇതെന്നോ ഇവൻ ഐ കൻ റിലേറ്റ് ചെയ്തു. ഒരു 23 years ഓൾഡിൽ ഒരു ഫസ്റ്റ് മൈൽ സ്റ്റോണിലേക്ക് എത്തിച്ചെന്നിട്ട് ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? ഐ എം ഹാപ്പി ബിക്കോസ് ഐ ഡ്രീം ഫോർ ദിസ്. നമ്മളിപ്പോൾ ഒരു ഡ്രീം വെച്ചിട്ട് നമ്മൾ ഇതാക്കുമ്പോൾ അതിൽ കറേജിയസ് ആയിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും. എന്ത് വന്നു കഴിഞ്ഞാൽ തരണം ചെയ്യേണ്ടി വരും. സോ എന്തെങ്കിലും ഈ ഫ്യൂച്ചറിലേക്കുള്ള കുറച്ച് എന്തെങ്കിലും ഒരു പോയിന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിന്റ് നമുക്ക് പറയാൻ പറ്റും? ഫ്യൂച്ചറിലേക്ക് ലൈക്ക് ഓൾ കേരള വൈഡ് ആണ് നേരത്തെ പറഞ്ഞത്. യു ഗോയിങ് ടു ബി സ്പ്രെഡിംഗ് ഔട്ട് ഓൾ ദ വേ ടു കേരള. അപ്പോൾ എന്തായിരിക്കും ഇനി അതിനുള്ളൊരു ചെറിയ ഒരു മൂവ്മെന്റ്സ് എന്തൊക്കെയായിരിക്കും ഒരു സ്റ്റെപ്പ്? ഈ കാര്യം ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകാം. സോ അറ്റ് ദ പ്രസന്റ് വി ആർ ഫോക്കസിംഗ് ഇൻ കേരള, ബട്ട് ഇൻ ദ ഫ്യൂച്ചർ വി ഹാവ് ദ വിഷൻ ഫോർ ദാറ്റ്. കേരളം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബിസിനസ് രംഗത്ത് നമ്മളിപ്പോൾ ഉള്ളതുകൊണ്ട് മനസ്സിലാക്കുന്നില്ല. ഇനി ഒരുപാട് ഡെവലപ്മെൻറ്റ് വരാൻ പോവുകയാണ്. നമ്മളിപ്പോഴും ഡെവലപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി, ഒരുപാട് സാധ്യതകളാണ്. ഇപ്പോൾ മുംബൈയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പാർട്ട്നേഴ്സ് നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ കേരളത്തിൽ ഇന്നതൊക്കെ വരാൻ പോവുകയാണ്. കേരളത്തിൽ ഇന്ന വിഷയം നമ്മൾ മാത്രമല്ല പല വലിയ വലിയ കമ്പനീസും പല പ്രൊജക്റ്റുകളായിട്ടും ഇവിടെ ഇപ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പൂർണ്ണതയിൽ എത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സമയത്ത് നമ്മളും ഇതിൻ്റെ ഒരു ഭാഗമാവണം എന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല ആരോപണങ്ങളുണ്ടായിരുന്നു നോക്കിക്കാണുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവമാണ് ബിസിനസ്സിൽ. ഇനി ഏത് സ്ഥലമാണെങ്കിലും ബിസിനസ് എന്ന് പറയുന്നത് ഒരു സൗഹൃദത്തിൻ്റെ രീതിയിൽ പോകുന്നതല്ല. എല്ലാത്തിലും അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അവിടെ നമുക്ക് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. അത് എന്ത് കാര്യത്തിലാണ്. ഇപ്പോൾ ഒരു മത്സരം, ഒരു സ്പോർട്സ്മാൻ ആണെങ്കിൽ, ഇപ്പോൾ ഏതൊരു ഫിലിം സ്റ്റാർ ആണെങ്കിൽ എല്ലാത്തിനും ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിനെ ആ രീതിയിൽ കാണുമ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും. ബട്ട് അതിനൊക്കെ ഇങ്ങനെ തരണം ചെയ്യുക, അതിൻ്റെയൊക്കെ സൊല്യൂഷൻ ഇങ്ങനെ കണ്ടെത്താം എന്ന രീതിയിൽ പോകുന്ന സമയത്ത് ഇതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ല. ഒരു നല്ല രീതിയിൽ അതായത് ഏതൊരു കാര്യത്തിലും പോസിറ്റീവോ നെഗറ്റീവ് വശമുണ്ടോ. പോസിറ്റീവ്സ് കണ്ടാൽ അതിലെന്തായാലും നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ദുബായ് തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് വളരെ നല്ലൊരു എക്സാമ്പിളാണ് ദുബായ്. കഴിഞ്ഞൊരു 10 വർഷം മുമ്പ് എങ്ങനെയാണ് ദുബായിൻ്റെ അതുപോലെ അവർ ചാലഞ്ചസ് ഏറ്റെടുത്തത് USA പോലുള്ള രാജ്യത്തോടെയാണ് അവർ ചാലഞ്ചസ് ഏറ്റെടുത്തത്. അപ്പോൾ ഇന്ന് ദുബൈനെ കാണുന്നത് അത്രമാത്രം ഡെവലപ്ഡ് കൺട്രിയിലൊന്നായിട്ടാണ് ദുബൈനെ കാണുന്നത്. സോ കേരളം ആണെങ്കിലും വേറെ ഏത് നമ്മുടെ കേരളത്തിൽ മാറ്റാൻ പറ്റും. അതേ പൊട്ടൻഷ്യൽ ഉണ്ട്, അതേ സാധ്യതകളുണ്ട്. പക്ഷെ അതിനെ നമ്മൾ നെഗറ്റീവ് വശങ്ങൾ ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞെങ്കിൽ ഒരിക്കലും നമുക്ക് അതൊന്നും യൂസ്ഫുൾ ആക്കാൻ പറ്റില്ല. എല്ലാത്തിനും അതിൻ്റെതായ റൂൾസ് ഉണ്ട് തന്നിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെ പാലിച്ച് അതിൻ്റെ രീതിയിൽ എങ്ങോട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും പറ്റും. കാസർഗോഡാണ്. കാസർഗോഡ് ചൊക്കി പ്രദേശത്താണ് എൻ്റെ നാട്. ഞാനും സൗദിയിലായിരുന്നു ഉണ്ടായിരുന്നു കുറച്ച് കാലം. പിന്നെ നാട്ടിൽ വന്നിപ്പോൾ ഇവിടെയാണ്. എൻ്റെ പേര് ഉസ്മത് അബ്ദുള്ള. ഞാൻ കാസർഗോഡ് തായലങ്ങാടി എന്ന നാടിനാണ്. പിന്നെ പഠിത്തം കാര്യങ്ങളൊക്കെ ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ഔട്ടാണ്. BCA പഠിച്ചുകൊണ്ടിരുന്നത്. ഡ്രോപ്പ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബിസിനസ്സിൻ്റെ രംഗത്തേക്ക് എത്തുന്നത്.